2014 വീക്ക്ലി ഷോണിൻ ജമ്പിൽ ഒഹേ ഹൊറിക്കോഷി എന്ന ഒരു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് തൻ്റെ മാങ്ക വരച്ചു തുടങ്ങുന്നു. 10 കൊല്ലങ്ങൾക്ക് ശേഷം 2024 ടോട്ടൽ 42 വോള്യൂംസോടുകൂടി ആ മാങ്ക അവസാനിക്കുന്നു. 2016 തന്നെ സ്റ്റുഡിയോ ബോൺസ് ഈ മാങ്ക സീരിയലൈസ് ചെയ്യുന്നു. അങ്ങനെ 2016 മഹിറോ അക്കാഡമി എന്ന അനിമെ ജന്മം കൊള്ളുന്നു. 2016 തൊട്ട് 2025 വരെ 9 കൊല്ലം, 8 സീസൺസ്, 170 എപ്പിസോഡ്, 10ഓളം OV എപ്പിസോഡ്സ്, 3 സ്പിൻ ഓഫ്, 4 മൂവീസ്, 5ഓളം വീഡിയോ ഗെയിംസ്. അങ്ങനെ മഹിറോ അക്കാഡമീൻ്റെ വേൾഡ് വളരെ വലുതാണ്. ഇന്ന് ഡിസംബർ 13, 2025 മഹിറോ അക്കാഡമി എന്ന അനിമെ ഒഫീഷ്യലി എൻഡായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻഡ് ഓഫ് എൻ എറ എന്നാണ് പറയാം. ഡെക്കു, ഓൾമൈറ്റ്, ബാക്കുഗോ, ഷോട്ടോ, എൻഡവർ, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത കിഡിലൻ ഹീറോസും, ഓൾ ഫോർ വൺ, ടോമോറി ഷിഗരാക്കി, ഡാബി, ഹിമിക്കോ, അങ്ങനെ വേറെ ലെവൽ വില്ലന്മാർ. സത്യം പറഞ്ഞാൽ ഹീറോസിനെക്കാളും നമുക്ക് വില്ലന്മാരോട് സിമ്പതി തോന്നും. അമ്മാതിരി ഐറ്റം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ആനിമയാണ് മഹിറോ അക്കാഡമിയ. സീസൺ 8ൻ്റെ IMDb സ്കോർ എടുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ ഇറങ്ങിയ 11 എപ്പിസോഡിൽ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡും 9 മുകളിലാണ് റേറ്റിംഗ്. പക്ഷേ നിങ്ങൾ ഈ 9 മുകളിലെ റേറ്റിംഗ് മാത്രം കണ്ട് സീരീസ് കാണാൻ ഇറങ്ങിയ പക്കാ ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. കാരണം സീസൺ 8 പോലെയല്ല ബാക്കിയുള്ള സീസൺസ്. എടുത്തു പറയാനാണ് സീസൺ 5. ഞാൻ സത്യത്തിൽ ഇത് കാണാൻ തുടങ്ങിയത് ഈ സീസൺ 5 തൊട്ടിട്ടാണ്. എന്നാലും ഞാൻ പറയാം, അത്രയ്ക്ക് വേസ്റ്റാണ്. പക്ഷേ ഈ സീസൺ 8, അതായത് ഈ ഫൈനൽ സീസൺ കാണുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ബാക്കി ഒരു സീസൺ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് സീസണിലെ ഇസുക്കു മിഡോറേനെയും ഓൾമൈറ്റിനെയും ബാക്കുഗോനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സീസൺ 8 ഓർമ്മ വരിക. അവരൊക്കെ നല്ലൊരു കിടിലൻ ആർക്ക് നിങ്ങൾക്ക് സീസൺ 8 അവസാനിക്കുന്നതോടെ കാണാൻ പറ്റും. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് അനിമ എന്നല്ലെങ്കിലും സീസൺ 8 ഇറങ്ങിയതോടെ എങ്ങനെ പോയാലും എൻ്റെ ഒരു ടോപ്പ് 10ൽ മഹിറോ അക്കാഡമി ഉണ്ടാവും. നിങ്ങൾ ഇതുവരെ MH കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ചില സീസൺസൊക്കെ മോശമാണെങ്കിലും സീസൺ 8 കാണുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള സീസൺസ് കാണാം. അത്രയ്ക്ക് വെറുത്താണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയാം. പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു.